നമസ്കാരം. വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ബീഹാറിൽ മഹാസഖ്യ സർക്കാർ വീണു. നിതീഷ് കുമാർ ഗവർണർക്ക് രാജി നൽകി. NDA മുഖ്യമന്ത്രിയായി വൈകിട്ട് സത്യപ്രതിജ്ഞ. അഭിനന്ദിച്ചു പ്രധാനമന്ത്രി. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചെന്ന് നിതീഷ്. പോകുമെന്ന് നേരത്തെ അറിയാമായിരുന്നതായി മല്ലികാർജുൻ ഖാർഗെ. ഗവർണർക്കെതിരായ വിമർശനം കടുപ്പിച്ച CPIM. വിഡ്ഢിവേഷം കെട്ടുന്നുവെന്ന് MV ഗോവിന്ദൻ. സുരക്ഷ CRPFന് കൈമാറിയത് ഫെഡറൽ തത്വലംഘനമെന്ന് EP ജയരാജൻ. CRPFനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം സേനയെ അവഹേളിക്കുന്നതെന്ന് V മുരളീധരൻ. ഗവർണർക്കുള്ള സുരക്ഷ പിൻവലിക്കാതെ പോലീസ്. പാർട്ടി അനുവദിച്ചാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ തയ്യാറെന്ന് PV അൻവർ. മുസ്ലിം ലീഗ് LDFിലേക്ക് വരാൻ സാധ്യതയില്ല. ഭിന്നത ലീഗിന്റെ അടിവേരിറക്കി. സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കില്ല. അൻവറിന്റെ പ്രതികരണം Q18. സംസ്ഥാന ബജറ്റിലെ ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തല്ല? ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കില്ലെന്ന് ധനമന്ത്രി. മുൻഗണന പെൻഷൻ മുടങ്ങാതെ നൽകാൻ. കിഫ്ബിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്നും KN ബാലഗോപാൽ News 18നോട്. തെങ്കാശിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 6 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് കുറ്റാലം സന്ദർശിച്ച് മടങ്ങിയ സംഘം. സംഭവം പുലർച്ചെ. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. ഡാനിൽ മെദ്വദേവിന് എതിരാളി യാനിക് സിന്നർ. വനിതാ ഡബിൾസ് ഫൈനലും ഇന്ന്. രണ്ട് ദിവസത്തെ ചടുല രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. രാജിക്കത്ത് ഗവർണർ രാജേന്ദ്ര അല്ലേക്കർക്ക് കൈമാറി. NDA സഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി വൈകിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അവർ ഗൗരവമായി എടുത്തില്ലെന്നും നിതീഷ് കുമാർ ആരോപിച്ചു. മഹാസഖ്യത്തിലെ സ്ഥിതി മോശമാണ് എന്നും നിതീഷ് കുമാർ പറഞ്ഞു. आज हमने इस्तीफा दे दिया और जो सरकार थी उसको भी समाप्त करने का हमने आज गवर्नर साहब को दे दिया। तो हमने सब लोगों की बात को सुन लिया, तो इसीलिए आज हमने इस्तीफा दे दिया। अब ये जो भी सरकार थी वो समाप्त कर दिया गया। अभी हम जो पहले गठबंधन को छोड़ के नए गठबंधन बनाए थे, कितना काम हम कर रहे थे। अब उधर भी लोग हम अलायंस करवाए, क्या क्या करवाने में लगे, और कोई कुछ काम ही नहीं कर रहे थे। तो सबको लेकर के तकलीफ, और यहाँ पर भी लोगों को तकलीफ, तो ये हो गया तो हमने बोलना छोड़ दिया था। अब सबके लिखे നിതീഷിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. JDU പോകുമെന്ന് നേരത്തെ അറിയാമായിരുന്നു. നിശബ്ദത പാലിച്ചത് ഇന്ത്യ സഖ്യം തകരാതിരിക്കാനാണ് എന്നും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പോരാടുമെന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. पहले से मालूम था, लेकिन हमने इंडिया अलायंस को इंटैक्ट रखने के लिए हम होके कोई बात अगर गलत करेंगे तो वो रॉन्ग मैसेज आएगा। इसीलिए हमने कल लोग पूछे मुझे, परसों पूछे, तो मैं यही कहा कि देखेंगे। अभी हम तो उसका डेवलपमेंट हमको मालूम नहीं, उसके बाद हम देखेंगे. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥ് ആണ് ചേരുന്നത്. സുവി, അഭ്യൂഹങ്ങൾ അവസാനിച്ചു. നിതീഷ് കുമാർ രാജിവെച്ചു. പുതിയ സർക്കാർ എപ്പോൾ ചുമതലയേൽക്കും? എന്താണ് BJPയുമായുള്ള ധാരണ? അഭിലാഷ്, ഒരു രാഷ്ട്രീയ നാടകത്തിനു കൂടി ക്ലൈമാക്സ് ആയിരിക്കുന്നു. ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുകയാണ്. JDU പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷമാണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത്. ആ യോഗത്തിൽ അദ്ദേഹം രാജി അറിയിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം രാജിക്കത്ത് ഗവർണർക്ക് കൈമാറുകയും ചെയ്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ പിന്തുണ BJP MLA-മാരുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്തും അദ്ദേഹം ഗവർണർക്ക് കൈമാറും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും
ഈ കത്ത് BJP നിതീഷ് കുമാറിന് നിലവിൽ കൈമാറിയിട്ടില്ല. അല്പസമയത്തിനകം അതും വരുന്നതോടുകൂടി ഈ BJP NDA സഖ്യ സർക്കാരിനുള്ള കളം ഒരുങ്ങും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. JP നദ്ദ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. JP നദ്ദ ബീഹാറിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ തോതിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. നിതീഷ് കുമാർ NDAയോട് അടുക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭ്യൂഹത്തിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. 2 ഓപ്ഷനുകളാണ് നിതീഷ് കുമാറിന് മുന്നിൽ ഉണ്ടായിരുന്നത്. ഒന്നുകിൽ സത്യപ്രതിജ്ഞ ചെയ്യുക, അല്ലെങ്കിൽ രാജിവെക്കുക, തുടർന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുക, അല്ലെങ്കിൽ രാജിവെക്കാതെ തുടരുക. ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഇതിൽ രാജിവെച്ച് വീണ്ടും അധികാരത്തിലേറുക എന്നൊരു ഓപ്ഷനാണ് BJP മുന്നോട്ട് വെച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി BJPയുടെ BJP MLA-മാരിൽ 2 പേർ ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേൽക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയ് സിൻഹ, സാമ്രാട്ട് ചൗധരി എന്നിവരാണ് ഉപമുഖ്യമന്ത്രിമാരായി സ്ഥാനമേൽക്കുക. ഒപ്പം 8 മന്ത്രിമാരും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 243 അംഗ നിയമസഭയിൽ 122 ആണ് ഭൂരിപക്ഷം വേണ്ടത്. അതിൽ RJD ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അവർക്ക് 79 അംഗങ്ങളുണ്ട്. രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് BJP ആണ്. 78 അംഗസംഖ്യയാണ് BJPക്കുള്ളത്. JDUവിന് 45-ഉം കോൺഗ്രസിന് 19 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ JDUവും BJPയും എത്തുന്നതോടുകൂടി 123 ആയി അംഗസംഖ്യ ഉയരും. ഒപ്പം തന്നെ HMSന്റെ ഒരാൾ കൂടെ ഈ NDA സഖ്യത്തോടൊപ്പം ചേരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഈ NDA സഖ്യം ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആകണം എന്നാണ് കരുതുന്നത്. 9 MLA-മാരെ ഇപ്പോൾ നേതൃത്വത്തിന് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇവർ NDAയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടായിട്ടില്ല. വൈകിട്ട് 5 മണിയോടുകൂടി മാത്രമായിരിക്കും ഇതിലൊരു വ്യക്തത ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ മഹാസഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് നിതീഷ് കുമാറിൻ്റെ ഒരു ഇറങ്ങിപ്പോക്ക് എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിൽ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നാണ് നിതീഷ് കുമാർ. ഇന്ത്യ മുന്നണിയിലെ പ്രഗത്ഭനായ ഒരു നേതാവ്. ആ നേതാവാണ് BJPയിലേക്ക് പോകുന്നത് എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബീഹാർ പോലെയുള്ള ഒരു വലിയ സംസ്ഥാനത്ത് JDUവിനെ ഒപ്പം നിർത്താൻ സാധിക്കുന്നു എന്നതും വലിയ നേട്ടമായി തന്നെയാണ് BJP ഉയർത്തിക്കാട്ടുന്നത്. കഴിഞ്ഞ തവണ 16 സീറ്റുകളാണ് BJPക്ക് ബീഹാറിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ ഈ JDUവുമായി സഖ്യമുണ്ടാക്കുന്നതോടുകൂടി അത് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയും BJP പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ ജാതി സെൻസസ് മുന്നോട്ട് വെച്ച നേതാവിനെ ഒപ്പം ചേർത്ത് നിർത്താൻ കഴിയുന്നു എന്നതും BJP നേട്ടമായി തന്നെയാണ് കരുതുന്നത്. ഏതായാലും വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞ. കൂടുതൽ വിവരങ്ങൾ ഈ കോൺഗ്രസിനെ പിളർത്താൻ ഈ NDAക്ക് സാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വൈകിട്ട് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ബീഹാറിലെ മഹാസഖ്യം ഇപ്പോൾ വീണിരിക്കുന്നു. നിതീഷ് കുമാർ രാജിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും സുവി, ഈ കക്ഷി നില പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ള RJD അധികാരത്തിന് പുറത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 45 സീറ്റുള്ള JDUവിൽ നിന്ന് വീണ്ടും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുന്നു. അതോടൊപ്പം തന്നെ BJPയും JDUവും ചേർന്നാൽ തന്നെ 123 സീറ്റുകൾ ആകുന്നൊരു പശ്ചാത്തലമുണ്ട്. മറ്റ് പാർട്ടികളിൽ ഏതെങ്കിലും നിലവിലെ ഈ NDA സഖ്യത്തിന് പിന്തുണ അറിയിക്കുന്നുണ്ടോ? കൂടുതൽ അംഗങ്ങൾ NDAയുടെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ടോ? അഭിലാഷ്, 243 അംഗ നിയമസഭയാണ് ബീഹാറിലേത്. അതിൽ 122 ഭൂരിപക്ഷത്തിന് ആവശ്യം. നേരത്തെ RJDയും കോൺഗ്രസും JDUവും ചേർന്നുള്ള സഖ്യ സർക്കാരായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷമാണ് ആ സഖ്യ സർക്കാരിൽ നിന്ന് നിതീഷ് കുമാർ പുറത്തേക്ക് പോകുന്നത്. അതിന് 122 പുറത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ BJPയും JDUവും മാത്രം
വരുമ്പോൾ BJPക്ക് 78ഉം JDUവിന് 45ഉമാണുള്ളത്. അങ്ങനെ 123 നിലവിൽ ലഭിക്കുന്നുണ്ട്. അതായത് ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ HMSന്റെ 4 പേരോ അല്ലെങ്കിൽ ഒരാളോ ഈ മറുകണ്ഠം ചാടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഒപ്പം കോൺഗ്രസിലെ പകുതിയോളം, ഏതാണ്ട് 19 പേരാണ് കോൺഗ്രസ് MLA-മാരുള്ളത്. അതിൽ 10ഓളം പേരെ ഇപ്പോൾ നിലവിൽ കാണാനില്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അവരെ കൂടി എത്തിക്കുമ്പോൾ കൂടുതൽ അംഗബലം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഏതായാലും അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. കോൺഗ്രസ് അംഗങ്ങളുമായി ബന്ധപ്പെടാൻ നേതൃത്വത്തിന് നിലവിൽ കഴിയുന്നില്ല. ഏതായാലും JDUവും BJPയും തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ പേടിക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ എത്രത്തോളം ആളുകൾ ഇവർക്കൊപ്പം നിൽക്കും എന്നത് കാത്തിരുന്നതിനു ശേഷം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഒപ്പം ഈ സഖ്യം രൂപീകരിക്കുന്നതോടൊപ്പം ബീഹാറിൽ കോൺഗ്രസിനെ പിളർത്താൻ കൂടിയുള്ള ശ്രമവും NDAയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രതികരണം എന്നത് മല്ലികാർജുൻ ഖാർഗെയാണ്. JDU വിട്ടുപോകുമെന്ന് അറിയാമായിരുന്നു എന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറയുന്നത്. ഈ കോൺഗ്രസ് MLA-മാരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? അഭിലാഷ്, നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് നിതീഷ് കുമാർ രാജിവെച്ച കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ പ്രതികരണമാണ്. ഇതിൽ ജയറാം രമേശിന്റെയും മല്ലികാർജുൻ ഖാർഗെയുടെയും പ്രതികരണങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും അദ്ദേഹം വിട്ടുപോകും എന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്നൊരു പ്രതികരണമാണ് മല്ലികാർജുൻ ഖാർഗെയിൽ നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നിതീഷ് കുമാർ ഉലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു പ്രതികരണത്തിന് മുതിരാതിരുന്നത് ഇന്ത്യ മഹാസഖ്യം ഭിന്നിച്ചു പോകേണ്ട എന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരുന്നു. ഏതായാലും ജയറാം രമേശിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് വളരെ മോശമായി പോയി, നിതീഷ് കുമാർ ഇന്ത്യ മഹാസഖ്യത്തിൽ നിന്ന് വിട്ടുപോയത് എന്നൊരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ കോൺഗ്രസ്സുകാർ ഈ ബീഹാറിലെ കോൺഗ്രസ് MLA-മാരെ കാണാനില്ല എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ നേതൃത്വത്തിന് ഇവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. NDA JDU സഖ്യം ഉണ്ടാകുന്നതോടുകൂടി കോൺഗ്രസിനെ പിളർത്താൻ കൂടെ BJPക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു നേട്ടമായി തന്നെയാണ് BJP വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അഭിലാഷ്, സുവി വിശ്വനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ ആക്രമണം ശക്തമാക്കി CPIM. ഗവർണറുടെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അറിവോടെയാണ് എന്ന് MV ഗോവിന്ദൻ വിമർശിച്ചു. തന്നെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് ഗവർണർ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഈ വിഡ്ഢിവേഷം യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിലവിട്ട നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്നും ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഭരണഘടനാ ബാഹ്യമായ രീതിയിലുള്ള ഇടപെടലുകളും സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിഠായി തെരുവിൽ മിഠായിയും അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ കോഴിക്കോടിന് അരുവയും ഒക്കെ വാങ്ങാൻ പോയ ചിത്രം നമ്മളെല്ലാം മനസ്സിലുണ്ട്. അതൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല, ഒരാളും വേണ്ടി വന്നില്ല. ഇവിടെ ഒരു കടയുടെ മുമ്പിൽ കയറിയിരുന്ന് അവസാനം പത്രക്കാർ ഒരു 1000 രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ് എന്തും ചെയ്യാന്നുള്ളതാണ്. ഒരു കാര്യം ഇപ്രാവശ്യം വ്യക്തമായിട്ടുണ്ട്. മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എൻ്റെ വണ്ടിക്ക് അടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് ശുദ്ധ കളവായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു ഭാഗം കളവാണ് എന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. SFIക്കാരും കരിങ്കൊടിയൊക്കെ വേറെ എവിടെയോ ആണ് ഉണ്ടായിരുന്നത്. അതിന് എത്രയോ ദൂരെയാണ് വാഹനം നിർത്തിയിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്. ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് എത്രയോ ദൂരെയാണ്. അപ്പോൾ അവരാരും വാഹനത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടേയില്ല. അപ്പോൾ എന്നിട്ട് പറയാണ് എന്നെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു, അതുപോലെ തന്നെ എൻ്റെ കാറിന് അടിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള കളവാണ് പറയുന്നത്. അതിനല്ലേ കളവെന്ന് പറയാ, അല്ലേ? സംഭവം ഇല്ലാതൊന്നിനല്ലേ കളവെന്ന് പറയുന്നത്. ആ കളവാണ് ഗവർണർ പറയുന്നത്. അതിപ്പോൾ പകൽ വെളിച്ചം പോലെ മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് ആ കാര്യം അങ്ങോട്ട് ശരിയായി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റായിരുന്നുവെന്നും കളവായിരുന്നുവെന്നും ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവിടെ എന്നെ ആക്രമിക്കുന്നു എന്ന ഒരു നില വരുത്തി കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവർണർ ഇതുപോലുള്ള
വിഡ്ഢിവേഷം, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും കേരളീയ സമൂഹത്തിൽ ഏശാൻ പോകുന്നില്ല. ന്യായമായിട്ടും സത്യസന്ധമായിട്ടും ശരിയായ രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ജനതയുള്ള നാടാണ് കേരളം. ആ കേരളത്തിൽ ഇതുപോലുള്ള തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴെല്ലാവർക്കും വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയും. ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ CRPFന് കൈമാറിയ കേന്ദ്ര നടപടി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. CRPFനെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി, കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഒരു ഫോൺ വിളിയിൽ ഇവിടെ കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി അങ്ങേയറ്റം അപലനീയമാണ്. ജനാധിപത്യ ഫെഡറൽ സംവിധാനങ്ങളുടെ ലംഘനമാണ്. സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാര പരിധിയിലേക്കുള്ള അതിക്രമമാണിത്. എല്ലാ ജനാധിപത്യവാദികളും ഈ നീക്കത്തെ ശക്തമായി അപലപിക്കാൻ മുന്നോട്ടേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. CRPF വന്നാലും പ്രതിഷേധം തുടരുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. ക്രമസമാധാന പാലനം സംസ്ഥാനത്തിന്റെ വിഷയമാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല രീതിയിൽ ക്രമസമാധാന പാലനത്തിലേക്ക് കൈകടത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. അതിർത്തി പ്രദേശത്ത് അതിന് പ്രത്യേക നിയമത്തിന് തന്നെ അവർ രൂപം നൽകി. ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നതും കൃത്യമായിട്ടത് തന്നെയാണ്. ഒരു സ്റ്റേജ് മാനേജ് ഷോ പോലെ ഇരുന്നു ഞാൻ കണ്ടിട്ട്. കാരണം കുട്ടികൾ ദൂരെയാ, അവർ പ്രതിഷേധിച്ചു, ഇദ്ദേഹം അവരുടെ അടുത്തോട്ട് ചെല്ലുന്നത്, എന്നിട്ടും ഗവർണർക്കോ കാരണോ വല്ലതും സംഭവിച്ചു. അദ്ദേഹം അവിടെ കുത്തിയിരുന്നിട്ട് അവിടെ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു. അദ്ദേഹം ഫോൺ വിളിക്കുന്നു, നാടകത്തിൽ ഫോൺ വിളി തീരുന്നതിന് മുമ്പ് CRPF എത്തുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിഹാസ്യമായിട്ടുള്ള നാടകങ്ങളാണ്. അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ച കാര്യങ്ങളല്ല. ഗവർണർ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒരു പട നയിക്കുന്ന പോലെയാണ് ഇന്നിപ്പോൾ കേരളത്തില്. പക്ഷേ അതൊക്കെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഗവർണറുടെ സ്ഥാനം എന്താണെന്നുള്ളത്. ഭരണഘടന പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബാക്കിയില്ലാത്തിലും അലങ്കാരം മാത്രമാണ് ഗവർണർ പദവി. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരുണ്ട്, അത് അദ്ദേഹം ഓർക്കുന്നത് നല്ലത്. വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, കൂടുതൽ പ്രതികരണങ്ങൾ CPMന്റെ ഭാഗത്ത് നിന്ന് വരികയാണല്ലോ, എന്താണ് മറ്റു വിവരങ്ങൾ? ഗവർണർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കത്തിനാണ് CPMന്റെ തീരുമാനം. നേരത്തെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഗവർണർക്കെതിരെ പരാതി പറഞ്ഞുകൊണ്ട് കത്തയച്ചപ്പോൾ അപ്പോൾ തന്നെ ഗവർണർ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചവർ CPMനുണ്ട്. എന്നാൽ അതിന് സമയമായിട്ടില്ല, അടുത്ത ഘട്ടമായി നോക്കാമെന്നാണ് മുഖ്യമന്ത്രി അന്ന് നിലപാടെടുത്തത്. പക്ഷേ ഇനി അങ്ങോട്ട് അത്തരം കാര്യങ്ങളിലേക്കും CPMന്റെ ചിന്തകൾ പോകും. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഗവർണർ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം ആ രീതിയിൽ ചർച്ച ചെയ്യാൻ ആലോചനയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കാരണം ഗവർണർ എല്ലാ സീമകളും ലംഘിച്ച്, എല്ലാ പരിധികളും ലംഘിച്ചാണ് സംസ്ഥാന സർക്കാരിനെതിരെ നീങ്ങുന്നത്. ഇന്നലെ നിലവിലുണ്ടായ സംഭവം, അതിനുശേഷം സംസ്ഥാനത്തിന്റെ അനുമതിയില്ലാതെ, സംസ്ഥാനത്തെ അറിയിക്കാതെ CRPF സേന ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തുമൊക്കെ ഭരണഘടനാ തത്വങ്ങൾക്കും ഫെഡറൽ സംവിധാനത്തോടുമുള്ള വെല്ലുവിളിയായി, അതിലേക്കുള്ള അതിക്രമമായി CPM നേതൃത്വം കാണുന്നു. ഗവർണറെയും കേന്ദ്ര സർക്കാരിനെയും BJP സർക്കാരിനെയും വേറിട്ടല്ല CPM നേതൃത്വവും ഇടതുമുന്നണിയും സർക്കാരുമൊക്കെ കാണുന്നത്. രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന രീതിയിൽ CPM വിലയിരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കുമെതിരെയുള്ള പോരാട്ടം ഒറ്റ പോരാട്ടമായി മാറ്റി അത്തരമൊരു നീക്കത്തിനാണ് CPMന്റെ ഇപ്പോഴത്തെ ആലോചന. കേന്ദ്രവിരുദ്ധ സമരം 8-ാം തീയതി ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും ഗവർണറുടെ നീക്കങ്ങളും അതൊരു ചർച്ചാ വിഷയമായി മാറും. അവിടെ പുറത്തുനിന്നുള്ള, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ, നേതാക്കളെയും ഒക്കെ പങ്കെടുപ്പിക്കാൻ CPM ശ്രമം നടത്തുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം അതിനുള്ള പിന്തുണ നൽകുന്നുണ്ട്. അവിടെ കൂടി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ ഉപയോഗിച്ച് ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇവിടെയും അത്തരം നീക്കങ്ങൾ നടത്തുന്നു എന്നത് ദേശീയ വ്യാപകമായി പ്രചരിപ്പിക്കാനാണ് CPMന്റെ തീരുമാനം. ഇന്ന് ഇവിടെ ചേരുന്ന
ചേരുന്ന അതായത് വെളുപ്പിശാല EMS അക്കാദമിയിൽ ചേരുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം 3 ദിവസമായി ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലും പ്രധാന ചർച്ചാ വിഷയമായി ഇക്കാര്യം മാറും. ഗവർണർക്കെതിരെയുള്ള നീക്കങ്ങളിൽ നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം നിലപാട് വ്യക്തമാക്കിയതാണ്. കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് പോകാൻ സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം സംസ്ഥാനം ഉന്നയിച്ചാലും കേന്ദ്രം അത് ചെയ്യില്ല എന്ന് CPM ഉറപ്പിക്കുന്നു. പക്ഷേ രാഷ്ട്രീയമായ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ, രാഷ്ട്രീയമായത് ചെയ്തുവെന്ന് വരുത്തി തീർക്കാനെങ്കിലും അത്തരം നീക്കം ആവശ്യമാണെന്ന വികാരം CPM-ൽ ശക്തമാകുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളായത് മാറുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഗവർണർക്കെതിരെ കടുത്ത ചില നീക്കങ്ങൾക്ക് CPM തയ്യാറാകും. CRPF സേന വന്നാലും SFIയുടെ സമരം തുടരും. ശക്തമായ പ്രക്ഷോഭത്തിന് തന്നെയാണ് SFI തീരുമാനമെടുക്കുന്നതിന് CPM-ന്റെ പൂർണ്ണ പിന്തുണ SFIയുടെ നീക്കങ്ങൾക്കുമുണ്ട്. CRPF-നെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം സേനയെ അവഹേളിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. രാഹുൽ ഗാന്ധി, വെള്ളാപ്പള്ളി നടേശൻ, അമൃതാനന്ദമയി എന്നിവർക്കെല്ലാം സംരക്ഷണം നൽകുന്നത് CRPF ആണ്. ആ സേനയാണ് RSSകാർക്ക് സംരക്ഷണം നൽകാനുള്ള സേനയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പരാമർശം മുഖ്യമന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണമെന്നും V. മുരളീധരൻ ആവശ്യപ്പെട്ടു. കരിങ്കൊടി കാട്ടിയതിൽ പ്രതിഷേധിച്ച് ഗവർണർ തെരുവിൽ ഇരുന്നത് മോശപ്പെട്ട കാര്യമെന്ന് K. മുരളീധരൻ. ഗവർണർ പക്വതയോടെ വിഷയം കൈകാര്യം ചെയ്യണമായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയാലും അടുത്തുവരുന്ന ആളും അതുപോലെ തന്നെയാകും. ആര് വന്നാലും കണക്കാണ് എന്നും K. മുരളീധരൻ പറഞ്ഞു. ഗവർണർ ഇങ്ങനെ റോട്ടിൽ കസാലിയിട്ടിരിക്കേണ്ട ഒരു സ്ഥാനമല്ല ഗവർണർ എന്ന് പറയുമ്പോൾ. അദ്ദേഹം ഭരണത്തലവനാണ്. ആ നിലയിൽ കുറെ കൂടെ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അതിനു പകരം തെരുവിൽ നടത്തിയ ഇന്നലത്തെ ആ കാര്യം അത് വളരെയധികം മോശമായിപ്പോയി. അതൊരു ഗവർണറുടെ പദവിക്ക് ചേർന്നായിരുന്നു. അതോടൊപ്പം തന്നെ ഈ നിരന്തരം കരിങ്കൊടി കാണിക്കുന്ന ഏർപ്പാടും ശരിയല്ല. ആദ്യത്തെ 2 തവണ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും കരിങ്കൊടി കാണിക്കാൻ ഇറങ്ങിയാൽ അതൊരു മോശപ്പെട്ട ഏർപ്പാടാണ്. അപ്പോൾ 2 ഭാഗത്തും തെറ്റുണ്ട്. ഗവർണർ ചെയ്യുന്നതും തെറ്റാണ്. കരിങ്കൊടി കാണിക്കാൻ അയക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും തെറ്റാണ്. അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെ അയക്കുന്നത്, അല്ലാതെ ഒന്ന് SFIക്കാരും DYFIക്കാരും പോയിട്ട് കരിങ്കൊടി കാണിക്കുന്നില്ല. സംഭവം കേരളത്തിനെ സംബന്ധിച്ച് നാണക്കേടാണ് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എന്താ കാര്യം? ഇതിനേറെ മോശം ഗവർണർ വരും. നീ ചിലപ്പോൾ പക്കാ സംഘീകാരനെ ഗവർണറാക്കി അയക്കും. ഈനാം പേച്ച് പോയിട്ട് മരപ്പെട്ടി വരുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് അത് അവർ തമ്മിൽ തീരുമാനിച്ചോട്ടെ ഗവർണർ തിരിച്ചു വിളിക്കണോ വേണ്ടതെന്നുള്ളത്. ഞങ്ങൾക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങൾക്കെല്ലാം കണക്ക് കഴിഞ്ഞു. മോഡിയുടെ ഏത് ഗവർണർ വന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. ഗവർണർക്ക് കേന്ദ്രസേന സുരക്ഷയൊരുക്കുന്നതിന്റെ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുമോ? ഇക്കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് എങ്കിലും കേന്ദ്രസേന സുരക്ഷയൊരുക്കിയതിന് സംസ്ഥാനം പണം നൽകിയ അനുഭവം മുമ്പും ഉണ്ടായിട്ടുണ്ട്. പ്രോട്ടോകോൾ ചട്ടപ്രകാരം ഭരണത്തലവനായ ഗവർണർക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത സംസ്ഥാന പോലീസിൻ്റേതാണ്. കേന്ദ്രസേന വന്നു എങ്കിലും സുരക്ഷയിൽ നിന്ന് പിൻവാങ്ങാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഗവർണർക്ക് CRPF സുരക്ഷ ഏർപ്പെടുത്തിയ നടപടി ചട്ടങ്ങൾ പാലിക്കാതെയാണ് എന്നും ആക്ഷേപമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, CRPFിൻ്റെ സുരക്ഷ Z+ കാറ്റഗറിയുടെ ഭാഗമായി നൽകുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രസേനയാണ് ഈ സുരക്ഷ ഒരുക്കുന്നത്. ആ സേനയുടെ ചിലവ് ആര് വഹിക്കും എന്നതിലാണ് ഇപ്പോഴും അവ്യക്തത തുടരുന്നത്. ഈ മേഖലയിൽ ഉള്ളവർ എന്താണ് അഭിപ്രായപ്പെടുന്നത്? അഭിലാഷ്, ഇപ്പോൾ രാജ്ഭവനിൽ ഇരട്ട സുരക്ഷ നിലനിൽക്കുന്ന സാഹചര്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സുരക്ഷയും. CRPF വന്നെങ്കിൽ കൂടിയും സ്റ്റേറ്റ് പോലീസിനെ പിൻവലിക്കാൻ ഇതുവരെ സംസ്ഥാനം തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ഇങ്ങനെ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ചീഫ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ DGPക്കോ ഇതുവരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു അറിയിപ്പ് വരുമ്പോൾ മാത്രമാകും അതിൽ കാര്യങ്ങൾ കൂടുതലായി വിശദീകരിച്ചിട്ടുള്ളത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പ്രളയ സമയത്തൊക്കെയും നേരത്തെ കേന്ദ്രത്തിൻ്റെ സേവനങ്ങൾ പല വിധത്തിൽ വന്നപ്പോൾ അതിനൊക്കെയും പിന്നീട് സംസ്ഥാനം അതിൻ്റെ ചെലവ് വഹിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. സംസ്ഥാനം ആവശ്യപ്പെട്ട് വന്നിട്ടുള്ളതല്ല കേന്ദ്രസേന. ഗവർണർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. താനോ രാജ്ഭവനോ അങ്ങനെ കേന്ദ്രസേനയുടെ സേവനം ആവശ്യപ്പെട്ടിട്ടില്ല. അതായത് അദ്ദേഹത്തെ തടഞ്ഞപ്പോൾ അദ്ദേഹം ആ വിവരം
ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുന്നു. തുടർന്ന് അവർ തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അമിത്ഷായുമായി ഉൾപ്പെടെ സംസാരിക്കുകയും അവർ ആ നിലയ്ക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഏതാണ്ട് 55 അംഗ സേനാ വിഭാഗത്തെ രാജ്ഭവനും ഗവർണർക്കുമായി സുരക്ഷയുടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അവർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി കേരള പോലീസിനെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ രാജ്ഭവനുള്ളിൽ CRPF തുടരുകയാണ്. പ്രധാന കവാടത്തിൽ അടക്കം കേരള പോലീസ് നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ഗവർണർ ഇപ്പോൾ സ്ഥലത്തില്ല. അദ്ദേഹം 2 ആഴ്ച കഴിഞ്ഞാണ് തിരികെ എത്തുക. അദ്ദേഹത്തിൻ്റെ സഞ്ചാര പാതയിൽ അവിടെയെല്ലാം തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അത് തടയാനുള്ള ചുമതല കേരള പോലീസിന് തന്നെയാകും. കേരള പോലീസാകും അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിൽ സുരക്ഷ ഒരുക്കുക. കേസെടുക്കാനുള്ള അധികാരവും ആളുകളെ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരവും കേരള പോലീസിന് തന്നെയാകും. എന്നാൽ ഗവർണർക്കടുത്തേക്കോ അദ്ദേഹത്തിൻ്റെ വാഹനത്തിനടുത്തേക്കോ അദ്ദേഹത്തിൻ്റെ വാഹനം ആക്രമിക്കുന്ന നിലയിലേക്കോ അദ്ദേഹത്തിൻ്റെ പ്രസംഗ സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹം പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനടുത്തേക്ക് ആരെങ്കിലും എത്തിയാൽ അവരെ തടയുക എന്ന ചുമതല CRPFനായിരിക്കും. അതിൽ 3 പേരാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുക. അതിനപ്പുറത്തെ വലയത്തിൽ ആയുധധാരികളായ 4 പേരുണ്ടാകും. ഈ തരത്തിലായിരിക്കും അദ്ദേഹത്തോട് ചേർന്ന് CRPFൻ്റെ ഒരു വിഭാഗമുണ്ടാകുക. യാത്രയിൽ ലാത്തിയോടുകൂടിയ CRPFൻ്റെ സേനാംഗങ്ങളുണ്ടാകും. അത് സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെ തന്നെ റിപ്പോർട്ടുകൾ അനുസരിച്ചാകും അദ്ദേഹത്തിൻ്റെ സുരക്ഷയിൽ മാറ്റങ്ങൾ ഉണ്ടാകുക. ആ വിവരങ്ങൾ ശേഖരിക്കേണ്ട കടമയും സ്പെഷ്യൽ ബ്രാഞ്ചിനും സ്റ്റേറ്റ് ഇൻ്റലിജൻസിനുമാണ്. അതൊന്നും തന്നെ CRPFൻ്റെ ചുമതലയിലേക്ക് വരുന്ന കാര്യമല്ല. കേസെടുക്കുന്നതും ലോക്കൽ പോലീസായിരിക്കും. അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആരായുകയും ചെയ്തിരുന്നു. ഇവരുടെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു അവ്യക്തതയിൽ നിൽക്കുന്നത്. ഇവരെ പിൻവലിക്കുന്നത് ഈ വിഷയത്തിൽ, അതായത് CRPFന് സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് ഒരു നിശ്ചിത ഫണ്ടുണ്ടല്ലോ, ആ ഫണ്ടിലേക്ക് ഇതും വരുമോ എന്ന സംശയവും നിലനിൽക്കുന്നില്ലേ? ആ നിലയ്ക്ക് തന്നെയാണ്. കാരണം ഇപ്പോൾ സ്റ്റേറ്റ് ആവശ്യപ്പെട്ട് വരികയോ അല്ലെങ്കിൽ രാജ്ഭവനോ ഗവർണറോ ആവശ്യപ്പെട്ടിട്ടല്ല ഇത്തരത്തിൽ CRPFൻ്റെ സേവനം വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടാവുകയും ഗവർണർ ഇക്കാര്യം ഹോം സെക്രട്ടറിയുമായി സംസാരിക്കുകയും അതിനുശേഷം അമിത്ഷായുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെയും അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ എന്ന് തന്നെ പറയാം ഇങ്ങനെ CRPFൻ്റെ സേവനം ഉറപ്പാക്കിയത്. അവിടെ സ്റ്റേറ്റുമായി വലിയ തോതിലുള്ള ആശയവിനിമയം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചെലവ് ആര് വഹിക്കും? ഇവരുടെ യാത്രാ ചെലവ് ഉൾപ്പെടെ രാജ്ഭവൻ്റെ മുഴുവൻ ചെലവും വഹിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ സ്റ്റേറ്റ് ആവശ്യപ്പെടാതെ, രാജ്ഭവൻ ആവശ്യപ്പെടാതെ ഇങ്ങനെ കേന്ദ്ര സേനയെ കേന്ദ്രം വിന്യസിക്കുമ്പോൾ അതിൻ്റെ ചെലവ് ആര് വഹിക്കും? അതിനുള്ള വിശദീകരണമാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കത്തിലൂടെ അറിയേണ്ടത്. അത് ചീഫ് സെക്രട്ടറിക്കും DGPക്കുമാണ് ആ കത്ത് ലഭിക്കേണ്ടത്. ഔദ്യോഗികമായി ഇതുവരെ അങ്ങനെ ഒരു കത്ത് ലഭിച്ചിട്ടില്ല. അതിലായിരിക്കും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുക. ഏതായിരുന്നാലും പോലീസിനെ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഈ കേസെടുക്കുന്നതും അദ്ദേഹം സഞ്ചരിക്കുന്ന വഴിയിൽ സുരക്ഷ ഒരുക്കുന്നതും ഉൾപ്പെടെയുള്ള ചുമതലകൾ സംസ്ഥാന പോലീസിന് തന്നെയാകും. അത് പോലീസിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. എന്നാൽ ഗവർണർക്കടുത്തേക്കോ അദ്ദേഹത്തിൻ്റെ വാഹനത്തിനെ ആക്രമിക്കുന്ന രീതിയിലേക്കോ കാര്യങ്ങൾ ഉണ്ടായാൽ അവിടെ CRPFൻ്റെ ഇടപെടലുണ്ടാകും. അവർക്ക് നേരെയുള്ള നടപടികൾ ഈ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുകയും ചെയ്യും എന്നതിൽ തർക്കമില്ല. അതുതന്നെയാണ് അവരുടെ ചുമതലയും. ഏതായിരുന്നാലും ഇപ്പോൾ 2 തരത്തിലുള്ള സുരക്ഷ അല്ലെങ്കിൽ 2 സംവിധാനത്തിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ രാജ്ഭവനിൽ തുടരുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ ഒരു ആശയവിനിമയം ഉണ്ടാകണം. തർക്കമുണ്ടാകാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അവിടെ സേനാ വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകാതിരിക്കുക എന്നതുണ്ട്. അത് അവിടെ അവർ സംസാരിച്ച് അതിനകത്ത് ഒരു സമന്വയം ഉണ്ടാക്കുക എന്നതാണ്. മറിച്ച് ഏതെങ്കിലും ഒരു സേനാ വിഭാഗം മറ്റൊരു സേനയുടെ മുകളിൽ അവരുടെ ഒരു അപ്രമാദിത്വം കാണിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ രാജ്ഭവൻ്റെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളും തർക്കത്തിലേക്കും വിവാദത്തിലേക്കും പോകുമെന്ന കാര്യവും ഉറപ്പാണ്. അഭിലാഷ്, വിശദാംശങ്ങളാണ് VV വിനോദ് നൽകിയത്. CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. EMS അക്കാദമിയിലാണ് 3 ദിവസം നീണ്ടുനിൽക്കുന്ന യോഗം നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട. ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തും. വിവിധ സംസ്ഥാനങ്ങളിലെ സഖ്യചർച്ചകളും യോഗത്തിൽ ഉണ്ടാകും. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും യോഗം പരിശോധിക്കും. പാർട്ടി അനുവദിച്ചാൽ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുമെന്ന് PV അൻവർ. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ചത് തന്നെ തെറ്റായ സന്ദേശമാണ്. കോൺഗ്രസ് കാണിച്ചത് കേരളത്തിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ്. രാഹുലിന്റെ നേതൃത്വത്തിൽ
കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ജനങ്ങൾ UDFന് വോട്ട് ചെയ്തത്. ആ തട്ടിപ്പ് ഇത്തവണ ജനങ്ങളുടെ അടുത്ത് ചെലവാകില്ല എന്നും PV അൻവർ പറഞ്ഞു. ന്യൂസ് 18 Q18 ആയിരുന്നു അൻവറിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിഷയം തന്നെ പറയുന്നു. കോൺഗ്രസ് ഒരു രാഹുൽ ഗാന്ധി വഴി ആ ഒരു മൂവ്മെന്റ് നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു പൾസിലേക്ക് എത്തിയത്. ആ ഒരു വിജയത്തിന്റെ ഒരു വൈബിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും അന്ന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു എതിർ കാൻഡിഡേറ്റ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ളൂ എന്നൊരു ചോദ്യം, അതൊരു വിമർശനമായിട്ട് ഇതിനകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യമല്ലേ? അല്ല, അന്നത്തെ കാര്യം ഒരിക്കലും രാഹുൽ ഗാന്ധി എന്ന് ദേശീയ തലത്തിൽ ഈ BJPയെ നേരിടാൻ വേണ്ടിയിട്ട് ദേശീയ പ്രാദേശിക പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ആലോചനകൾ നടന്ന് സഖാവ് സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിയെയും കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായി ലീഡർഷിപ്പുമായി സംസാരിച്ച് ഒരു സമന്വയമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയും പരിശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ പറയുന്ന യെച്ചൂരിയുടെ കൈ കുടഞ്ഞിട്ട് ഒരാളും അറിയാതെ ആകാശ വഴി കോഴിക്കോട് വന്ന് ഇറങ്ങിയിട്ട് രാഹുൽ ഗാന്ധി ഞാനിതാ വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചാണ്, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകാനുള്ളത്? ഈ രാജ്യത്തെ RSSനെതിരെ BJPക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനവും അതിൻ്റെ ഗവൺമെൻറ്റുമുള്ള ഒരു സംസ്ഥാനത്ത് വന്നിട്ട് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം രാഷ്ട്രീയമായ വഞ്ചനയാണ്. അത് നമുക്ക് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് ശക്തനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടാകണം. അതിനുള്ള ഒരു നീക്കം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അങ്ങ് എന്താ പറയുക എളുപ്പമില്ലെടുത്ത് എള്ളെറിഞ്ഞ് പോയി കളയാം എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെ അങ്ങ് എള്ളെറിഞ്ഞ് പോകാനൊന്നും സാധിക്കില്ല. കേരളത്തിലെ കഴിഞ്ഞ 5 വർഷം മുമ്പ് കേരളത്തിലെ ജനതയുടെ മുന്നിൽ അവർ നടത്തിയ പ്രസ്താവനകൾ, ജനവഞ്ചനകൾ, എല്ലാ കാര്യങ്ങളും MP-മാർ പാർലമെൻറ്റിലെടുത്ത നിലപാടുകൾ ഇതെല്ലാം ഇന്ന് കേരളത്തിൽ ചർച്ചയാണ്. അതിന് വീണ്ടും ഈ വഞ്ചനാ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകാൻ രാഹുൽ ഗാന്ധി വന്നാൽ ശക്തമായ എന്താ പറയുക ഒരു ഇലക്ഷൻ പോരാട്ടത്തെ അദ്ദേഹം കേരളത്തിൽ നേരിടേണ്ടി വരും. ആര് മത്സരിക്കണമെന്ന് പറയുന്നത് തീരുമാനിക്കേണ്ടത് പാർട്ടി തന്നെയാണ്. എങ്കിലും ചോദിക്കട്ടെ, PV അൻവറിനെ പോലുള്ള ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? അല്ല, ഞാനിപ്പോൾ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ് എന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. അത് പാർട്ടി എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നത് മാത്രമേ സാധിക്കുള്ളൂ. പാർട്ടി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ 100% സന്തോഷത്തോടു കൂടിയിട്ട് ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നിൽക്കാൻ എനിക്കൊരു മടിയില്ല. അതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഒരു വഞ്ചനാ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കുക എന്നത് ഒരു പ്രതികരണശേഷിയുള്ള ഏതൊരു എന്താ പറയുക മതേതര ജനാധിപത്യ വിശ്വാസിയുടെയും ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു സെക്കൻഡ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിൻ്റെ മുൻനിരയിലുണ്ടാവും. ലീഗ് LDFിലേക്ക് വരാൻ സാധ്യതയില്ല. കാരണം ലീഗ് എന്ന പാർട്ടി തന്നെ ശുഷ്കിച്ച് ഇല്ലാതാകുന്ന അവസ്ഥയിലാണ്. പിളർപ്പിൻ്റെ പാതയിലാണ് ലീഗ് എന്നും സമസ്തയുമായുള്ള ഭിന്നത ലീഗിൻ്റെ അടിവേര് ഇളക്കിയിരിക്കുകയാണ് എന്നും അൻവർ പ്രതികരിച്ചു. ആയിരക്കണക്കിന് ലീഗ് അണികൾ ഇടതുമുന്നണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ ഒരു നിലപാടെടുക്കാൻ പോലും കഴിവില്ലാത്ത ലീഗിന് അധികകാലം നിലനിൽപ്പില്ല എന്നും PV അൻവർ പരിഹസിച്ചു. ലീഗ് LDFിലേക്ക് വരാനുള്ള ഒരു സാധ്യത, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ പലതവണയായി LDF നേതാക്കളുടെ ഭാഗത്തു നിന്നെല്ലാം ഉയരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്? ലീഗ് നേരിട്ട് LDFിലേക്ക് വരേണ്ട ആവശ്യം വരില്ല ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മിനിഞ്ഞാന്ന് ഇപ്പോൾ ഈ ബാബരി അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങിൻ്റെ വാർത്ത കൊടുത്ത കേരളത്തിലെ ഇന്ത്യയിൽ പോട്ടെ കേരളത്തിലെ പ്രധാന പത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലൊരു സാമുദായിക പാർട്ടിയുടെ മുസ്ലിം ലീഗിൻ്റെ പത്രമാണല്ലോ ചന്ദ്രിക പത്രം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെക്കുറിച്ച് ഒരു വരി പത്രം എഴുതിയിട്ടില്ല. അന്നിറങ്ങിയ നമ്മുടെ ദേശാഭിമാനി പത്രം പരിശോധിച്ചാൽ വോട്ട് പ്രതിഷ്ഠ എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിലെ പല പത്രങ്ങളും അതിന് അനുകൂലമായി റിപ്പോർട്ട് എഴുതുമ്പോൾ ആ അനുകൂലമായ റിപ്പോർട്ടിനോട് ചാരി നിൽക്കുകയാണ് ചന്ദ്രിക ചെയ്തത്. അതുകൊണ്ട് ലീഗിന് ഈ കാര്യത്തിലൊന്നും ഒരു നിലപാടില്ല. ലീഗ് LDFിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവില്ല. പക്ഷേ ലീഗിലെ ആയിരക്കണക്കിന് പ്രവർത്തകർ LDFിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോക്കാണ് ലീഗ് പോകുന്നതെങ്കിൽ ലീഗ് ഈ രീതിയിൽ ശുഷ്കിച്ചില്ലാതാവും. ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പം അതിൽ നടക്കുന്ന ജിഫ്രി തങ്ങളുമായിട്ടുള്ള വിഷയം ചെറിയ വിഷയമല്ല, വളരെ സീരിയസ് ആയ വിഷയം. എന്താണ് പാണക്കാട് ഹൈദരലി തങ്ങൾ, സാദിഖ് അലി തങ്ങളും ജിഫ്രി തങ്ങളുടെ ഇഷ്യൂ എന്താണ്?
ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ അഴകുഴവൻ നിലപാടിൽ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട് BJPയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ വന്നിട്ടുള്ള ഏക സിവിൽ കോഡ് അടക്കമുള്ള ബില്ലുകളിലൊക്കെ മുസ്ലിം ലീഗ് എടുക്കുന്ന ഈ അഴകുഴവൻ നിലപാടിന് എതിരാണ് ജിഫ്രി തങ്ങൾ. അത് ശരിയല്ല. അതിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ് ശരി എന്ന് പറയുന്നതാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനം. അവിടെ നിന്നാണുള്ളത് ആരംഭിച്ചത്. ഇപ്പോൾ അത് ലീഗ് ശരിയായ നടുകെ പിളരുന്ന അവസ്ഥയിലേക്കല്ലേ. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത് സമസ്തയാണ്. ആ സമസ്തയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ പണ്ഡിതന്മാരുൾപ്പെടെയുള്ള മുഴുവൻ അവരുടെ പ്രവർത്തകരുൾപ്പെടെയുള്ള മുഴുവൻ ഒരു സെറ്റ് ലീഗിൽ നിന്ന് പൂർണ്ണമായും അകന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ലീഗ് വളരെ പെട്ടെന്ന് ഒരു പിളർപ്പിലേക്ക് എത്തും. ലീഗ് പിളർപ്പിലാണ് ഇപ്പോൾ. എത്തുമെന്നല്ല, ലീഗ് പ്രത്യക്ഷമായി പിളർന്നിട്ടില്ലെങ്കിലും ആ ഡിക്ലെയർഡ് പിളർപ്പ് നടന്നില്ലെങ്കിലും അത് പിളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊരു വലിയ വിഭാഗത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷ സംരക്ഷണത്തിനുള്ള ഷെൽട്ടർ ആര് കൊടുക്കുന്നോ അവിടേക്ക് അത് ഒഴുകും. അത് ഇടതുപക്ഷത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ 4 ലക്ഷം 5 ലക്ഷമൊക്കെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലങ്ങൾ ഇപ്പം ഇന്ന് എവിടെ എത്തി നമുക്കറിയാം. അതിൻ്റെയൊക്കെ ഈ റിഫ്ലക്ഷൻ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് കാണാൻ പോകുന്നതാണ്. ഈ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ആ ഒരു ബന്ധം കൊണ്ട് ലീഗിനൊരു നിലപാടെടുക്കാൻ കഴിയാത്തൊരവസ്ഥ പല ഘട്ടങ്ങളിലും വരുന്നുണ്ട്. അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ കൂടിയായിരിക്കുമോ നേതാക്കൾക്കുള്ളത്, അതോ അതിനപ്പുറമാണോ? അല്ല, അതിൽ ഏറ്റവും വലിയ ലീഗിൻ്റെ പഴയകാല ചരിത്രം, പഴയകാല നേതൃത്വത്തിൻ്റെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം. അവരൊക്കെ ഒരു സാമുദായിക പാർട്ടി എന്ന നിലക്ക് സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി നിലകൊണ്ടിരുന്നവരാണ്. സമൂഹവും സമുദായവും വെല്ലുവിളികളെ നേരിടുമ്പോൾ വളരെ താത്വികമായി ആ വിഷയങ്ങളെ നേരിടാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു കച്ചവട താല്പര്യത്തിനപ്പുറം ഒരു സാമുദായിക താല്പര്യമോ ഒരു രാജ്യ താല്പര്യമോ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാവപ്പെട്ട കുറേ മുസ്ലിം ആളുകളെ ആ സംഘടനയിൽ നിർത്തി അവരുടെ കാര്യം നടത്തുന്നു എന്നതിലപ്പുറം നാടിന് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടിയിട്ട് ഒരു നിലപാടെടുക്കുക. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരിങ്ങനെ വാച്ച് ചെയ്യാണ്. എവിടെയാണ് ലാഭം, അവിടുന്ന് വിട്ടാൽ ഇവിടെയാണോ ലാഭം, ഇവിടുന്ന് വരാതെ അവിടെ തന്നെ നിൽക്കുന്നതാണല്ലോ. അതിങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എവിടെയാണോ ലാഭം കൂടുതൽ കിട്ടുന്നത് എന്ന് മനസ്സിലാവുന്നിടത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം മാറും. ഇപ്പം അതവർ എന്താ പറയുക, അവർക്കൊരു തീരുമാനമെടുക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഒരു അഭിപ്രായവും പറയാൻ, പ്രകടിപ്പിക്കാൻ ശേഷിയില്ലാത്ത എന്താ പറയുക കോൺഗ്രസിൻ്റെ അടിമകളായിട്ട് മുസ്ലിം ലീഗ് നേതൃത്വം മാറി എന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതിൻ്റെ മാറ്റമാണല്ലോ മലപ്പുറം ജില്ലയിലൊക്കെ വന്ന് ഞങ്ങൾ 4 MLA-മാരുണ്ട്. ഒരു സംശയമില്ല, അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്ന് കേരളത്തിലേക്ക് 8 LDF MLA-മാർ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. അതൊക്കെ ഇവിടുന്ന് കൊഴിഞ്ഞ് വരുന്ന വോട്ടാണല്ലോ ഇപ്പുറത്തേക്ക് വരുന്നത്. വേറൊരു പുതിയ വോട്ടുണ്ടായി വരികയല്ലല്ലോ. അതായത് ലീഗിൻ്റെ അണികൾ ഇടതുപക്ഷത്തേക്ക് ഒരുപാട് പേർ ഇടതുപക്ഷത്തേക്ക് വരാൻ ഒരുങ്ങുകയാണ്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ രാമക്ഷേത്ര വിഷയത്തിലൊക്കെ കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവസാനത്തെ പാഠമാണ്. ആ പാഠം പോലും ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ സ്വാഭാവികമല്ലേ ആ ഒഴുക്കുണ്ടാവുമല്ലോ. ആ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലബാറിൽ മൊത്തത്തിൽ. BJPക്ക് എന്ത് സാധ്യതയുണ്ടായാലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ലെന്ന് PV അൻവർ. വ്യക്തിപരമായി ഏറെ മോശം പ്രതിച്ഛായയാണ് സുരേഷ് ഗോപിക്ക് ഉള്ളത്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ ആ വികാരം ശക്തമാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഒരു കാരണവശാലും ജയിക്കില്ലെന്ന് PV അൻവർ പറഞ്ഞു. ഇപ്പോൾ അയോധ്യ മാറ്റിവെച്ചാലും മോദി എന്ന് പറയുന്ന ഒരു സ്റ്റാർ ക്യാമ്പയിനർ, മോദി വന്ന സമയത്ത് വന്ന ആ ഒരു ജനക്കൂട്ടം, അത് മുഴുവൻ വോട്ടാകില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെയും ഒരു പ്രതീക്ഷയൊക്കെ BJPക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. ഒരു രക്ഷയും കേരളത്തിലെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ഹാർമണി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വരെയൊക്കെ ആവുന്ന രാഷ്ട്രീയത്തിലേക്ക് അപ്പുറത്തേക്ക് BJPക്ക് കേരളത്തിൽ വളരാൻ കഴിഞ്ഞിട്ടില്ല. ആ വർഗീയത അവിടെ വേര് പിടിക്കുകയില്ല കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അതുകൊണ്ട് BJP ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ, തിരുവനന്തപുരം, കാസർഗോഡ് എന്നൊക്കെ സ്വാഭാവികമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ. അവർ പറയണമല്ലോ ഞങ്ങൾക്കൊരു സീറ്റും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരിടാൻ സാധിക്കുമോ? അതിലപ്പുറമുള്ള ഒരു ഇമ്പാക്റ്റും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെടുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് തൃശ്ശൂരിലൊന്നും ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ കിട്ടിയ വോട്ട് തന്നെ കിട്ടുമോ എന്ന് സംശയം. കാരണം സുരേഷ് ഗോപിയാണ് കാൻഡിഡേറ്റ്. സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ കാലത്തെ ഒരു പാർലമെൻറ്റ് മെമ്പറായതിനു ശേഷം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും പ്രതികരണവും ആളുകളോടുള്ള സമീപനവും ഒക്കെ കേരളത്തിലെ ജനം നല്ലോണം വീക്ഷിച്ചാണ്. തൃശ്ശൂർക്കാരും നന്നായിട്ട് വീക്ഷിച്ചിട്ടുണ്ട്.
അപ്പം അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് സാധാരണക്കാരായ പ്രവർത്തകരുടെ മനസ്സിൽ വരൂ എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം BJP കിട്ടിയ വോട്ട് പോലും തൃശ്ശൂർ മണ്ഡലത്തിൽ കിട്ടും എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. PV അൻവറുമായുള്ള Q18 പൂർണ്ണരൂപം ഇന്ന് രാത്രി 9 മണിക്ക് ന്യൂസ് 18-ൽ കാണാം. സംസ്ഥാന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനമുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വ്യക്തമാക്കുന്ന ഇടപെടലുകൾ ബജറ്റിൽ ഉണ്ടാകും. വിമർശനം ഉണ്ടെങ്കിലും രാജ്യത്തെ ഏറ്റവും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ് എന്ന് മറക്കരുത് എന്ന് ധനമന്ത്രി വ്യക്തമാക്കി. തീർച്ചയായിട്ടും ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുക, അതിനാണ് ഞങ്ങൾ ശ്രമിക്കുക. ജനങ്ങൾക്കൊരു കാര്യം അറിയാം, ഇന്ത്യയിൽ ഏറ്റവും നന്നായി ജനപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷമാണ്. ബാക്കി ഒരു സ്റ്റേറ്റിലും ഇപ്പോൾ LDF ഗവൺമെന്റും ഇല്ല, ഇങ്ങനത്തെ ഗവൺമെന്റ് ഇല്ല. കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് നമ്മളെല്ലാം മാത്രമായിട്ട് ഉണ്ടാക്കിയതല്ല, കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ കൂടി ഉണ്ടായതാണ്, കേരളത്തിന്റെ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യവും കേരളത്തിന്റെ പുരോഗമനപരമായ സ്വഭാവവും സംരക്ഷിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്. മണിപ്പൂർ മുതൽ ഇങ്ങോട്ട് എത്രയോ സംഭവങ്ങളുള്ള നമ്മുടെ നാട്ടിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കേരളം. ആ കേരളത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം ശക്തിപ്പെടണം എന്നുള്ളത് അവരെല്ലാം അറിയുന്ന കാര്യമാണ്. ആ കരുതൽ താങ്കൾ ബജറ്റിൽ നടത്തും? തീർച്ചയായിട്ടും ആ കരുതലുണ്ടാവും. കേരളത്തിന്റെ ഒരു സമൂഹത്തെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സമീപനവും ഉണ്ടാവും. സംസ്ഥാന ധനപ്രതിസന്ധിയിൽ നിലപാടെടുക്കുന്നതിൽ പ്രതിപക്ഷം ആത്മാർത്ഥത കാട്ടണമെന്ന് KN ബാലഗോപാൽ. രാഷ്ട്രീയമായി എതിർപ്പുണ്ടെങ്കിലും കേന്ദ്ര നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ പ്രതിപക്ഷം തയ്യാറാകണം. സംസ്ഥാനത്തെ വരും തലമുറയ്ക്ക് ഉതകുന്ന ക്ഷേമപ്രവർത്തനങ്ങളാണ് കേന്ദ്ര നയങ്ങൾ മൂലം ഇല്ലാതാകുന്നത് എന്നും ബാലഗോപാൽ ന്യൂസ് 18-നോട് പറഞ്ഞു. പ്രതിപക്ഷം ഭരണപക്ഷം എന്ന നിലയിൽ ഇതിനകത്ത് മാറി കളിക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിന്റെ ഇഷ്യൂ കേരളത്തിന്റെ ഇഷ്യൂ ആയിട്ട് എടുക്കണം. ഭരണകക്ഷി എന്ന നിലയിൽ LDF-നോടുള്ള നയങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് വേറെ പറയണം. ഞങ്ങൾക്ക് UDF-നോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് വേറെ പറയണം. കേരളത്തിന്റെ ഇഷ്യൂവിനകത്ത് കോംപ്രമൈസ് കാണില്ല. സ്റ്റേറ്റിന് 50,000 കോടി കിട്ടിയില്ലെങ്കിൽ അത് ബാധിക്കുന്ന LDF-കാരെ മാത്രമല്ല, CPM-കാരെയോ CPI-കാരെ മാത്രമല്ല, കോൺഗ്രസ്സുകാരെയോ BJP-കാരെ മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരെയും ബാധിക്കും, പാർട്ടി ഇല്ലാത്തവരെയും ബാധിക്കും. നമ്മുടെ കൊച്ചു കുട്ടികൾ ജനിക്കുന്നവർക്കുൾപ്പെടെയുള്ള ഭാവി സൗകര്യങ്ങൾ വികസിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ട 50,000 കോടി രൂപ ഒരു വർഷം ഇല്ലാതായാൽ അത് എത്രയോ വർഷത്തെ ബാധിക്കുന്നതാണ്. അത് എല്ലാവരും ചേർന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രശ്നം. ക്ഷേമ പെൻഷൻ വർധനവില്ല, പെൻഷൻ മുടങ്ങാതെ നൽകാനാണ് മുൻഗണനയെന്ന് മന്ത്രി പറഞ്ഞു. ദൈനംദിന കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ കേന്ദ്രം നൽകാനുള്ള പണം നൽകണം. മുടങ്ങിയ പെൻഷൻ നൽകാനുള്ള ഇടപെടൽ ബജറ്റിൽ ഉണ്ടാകുമെന്നും ബാലഗോപാൽ വ്യക്തമാക്കി. കൃത്യമായി ക്ഷേമ പെൻഷൻ നടത്തുക എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ അജണ്ട. ബാക്കി കാര്യങ്ങളെല്ലാം ഈ വരുന്ന കണക്കിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പണം, ഇത് ഞാൻ പറയുന്ന അവിടെ നിന്ന് വേറെ ഏതോ അക്കൗണ്ടിൽ ഇങ്ങോട്ട് തരാനുള്ള, നമുക്ക് തരാനുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള പണം, അതെല്ലാം എന്താ അവരാണോ തരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഈ റിസർവ് ബാങ്കിന്റെയും കൂടി നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യവും. ആ കിട്ടേണ്ട പണം ഉൾപ്പെടെ നമുക്ക് കിട്ടണം. നിലവിലുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും എല്ലാം കൃത്യമായി കൊടുക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. അത് നടത്താൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു കരുതൽ ബജറ്റിലുണ്ട്. അതിനുള്ള എല്ലാ ശ്രമമാണല്ലോ, അത് അങ്ങനെ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതെല്ലാം ഭാവിയിൽ അങ്ങനെ തന്നെ കൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. കിഫ്ബിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര നയങ്ങളാണ് കിഫ്ബിയെ പ്രതിസന്ധിയിലാക്കിയത്. സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ കിഫ്ബിയുടെ കാര്യത്തിലും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ കാര്യത്തിലും നിലവിലെടുത്തുകൊണ്ടിരിക്കുന്ന നയങ്ങളുടെ കാര്യത്തിലും 100% സർക്കാരിന് യോജിപ്പുണ്ട്. അത് സംരക്ഷിക്കണമെന്നുള്ളതുകൊണ്ടാണല്ലോ ഈ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേസിന് പോയേക്കുന്നത്. അപ്പോൾ പുനർവിചിന്തനത്തിന്റെ ആവശ്യമില്ല, അത് ശക്തിപ്പെടണമെന്നാണ് നമ്മുടെ അഭിപ്രായം. എന്തായാലും ഞാൻ ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ ഇടപെടലാണ്. അത് വരുമ്പോൾ ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന തെറ്റായ തീരുമാനം തന്നെ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയാം, പ്ലാനിനകത്ത് നമ്മൾ ചെയ്യുന്ന സ്പെൻഡിങ് ഉണ്ട്. ആ പ്ലാനിന് പുറത്ത് കഴിഞ്ഞ 2 വർഷം കൊണ്ട് മാത്രം 20,000 കോടി രൂപ കിഫ്ബി വഴി നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്. 2.25 വർഷം. അതിനു മുമ്പും 10,000 കോടി ചെലവാക്കിയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് 10,000 കോടി ചെലവാക്കി. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഞങ്ങളെല്ലാം വന്നതിന് ശേഷം 20,000 കോടി ചെലവാക്കി. ഈ 30,000 കോടി ചെലവാക്കിയത് ഇവിടെ വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൂലധന നിക്ഷേപം നടത്തിയ മൂലധന നിക്ഷേപം നടത്തിയ സ്റ്റേറ്റ് കേരളമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിനെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതികരിച്ച് വി മുരളീധരൻ. ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. അത് സ്ഥാനാർത്ഥിയാക്കാനുള്ള മാനദണ്ഡം അല്ല. മത്സരിക്കുന്നത് എവിടെ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു. മമ്മൂട്ടിക്ക് പത്മ അവാർഡ് ലഭിക്കാത്തത് ചൂണ്ടിക്കാട്ടിയ VD സതീശനെ വിമർശിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പത്മ അവാർഡുകൾ ഇപ്പോൾ ലഭിക്കുന്നത് സാധാരണക്കാർക്കാണ്. ഇനിയും
അർഹരായ ഒട്ടനവധി ആളുകൾ ഉണ്ട്. അവർക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാകും. മാസപ്പടി സംബന്ധിച്ച കാര്യങ്ങളാണ് വി ഡി സതീശൻ അന്വേഷിക്കേണ്ടത് എന്ന് വി മുരളീധരൻ പറഞ്ഞു. തമിഴ്നാട് തെങ്കാശിയിൽ വാഹനാപകടത്തിൽ 6 പേർ മരിച്ചു. കാറും സിമന്റ് കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. കാറിൽ ഉണ്ടായിരുന്ന 6 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തെങ്കാശി പുളിയാങ്കുടി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. കുറ്റാലം സന്ദർശിച്ച് മടങ്ങുന്നതിനിടെയായിരുന്നു കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയത്. തിരുവനന്തപുരത്ത് ആനയെ കയറ്റി വന്ന ലോറി കയറിയിറങ്ങി ബൈക്ക് യാത്രികൻ മരിച്ചു. പള്ളിപ്പുറം സ്വദേശി നസീറാണ് മരിച്ചത്. വിഴിഞ്ഞത്ത് നിന്ന് കൊല്ലത്തേക്ക് ആനയെ കയറ്റിപ്പോയ ലോറി നസീർ ഓടിച്ചിരുന്ന ബൈക്കിൽ തട്ടി. നസീർ ലോറിക്ക് അടിയിൽപ്പെടുകയായിരുന്നു. വയനാട് മേപ്പാടി ചൂരൽമലയിൽ പുലി വളർത്തുനായിയെ കൊന്നു. ചൂരൽമല സ്വദേശി ഉണ്ണികൃഷ്ണന്റെ വളർത്തുനായിയാണ് പുലി ആക്രമിച്ചത്. ഇതിനിടയിൽ ചേകാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കാർ യാത്രികർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയാണ് പുലിയുടെ ആക്രമണമുണ്ടായത്. തോട്ടം തൊഴിലാളിയായ ഉണ്ണികൃഷ്ണൻ വീട്ടുകാർക്കൊപ്പം സ്കൂൾ വാർഷിക ആഘോഷ പരിപാടികൾ കാണാൻ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് നായയെ കാണാതായത്. ഇന്ന് രാവിലെ തോട്ടത്തിന് സമീപം പാതി ഭക്ഷിച്ച നിലയിൽ നായയുടെ ജഡം കണ്ടെത്തി. അപ്പം ഞങ്ങൾ പോകുമ്പോൾ പട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കൂട്ടിലാക്കിയിട്ട് പോയതാണ്. പിന്നെ രാത്രി ഞങ്ങൾ വരുമ്പോൾ 12-1 മണിയായി വരുമ്പോൾ പിന്നെ വന്ന് രാവിലെ മൂപ്പരാണ് വന്നിട്ട് എന്നും പട്ടീനെ നോക്കല്. വന്ന് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്, പുലിനെ പിടിച്ചത്. അപ്പോൾ എൻ്റെ തോടി വന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം മുണ്ടക്കൈ പ്രദേശത്ത് വട്ടപ്പാറ ഇബ്രാഹിമിന്റെ പോത്തിനെ പുലി കൊന്നിരുന്നു. ഒരാഴ്ച മുമ്പ് ഇബ്രാഹിമിന്റെ തന്നെ മറ്റൊരു പോത്തും പുലിയുടെ ആക്രമണത്തിൽ ചത്തിരുന്നു. മേപ്പാടിയിലെ മുണ്ടക്കൈ, ചൂരൽമല, കടൂർ മേഖലകളിലെല്ലാം മാസങ്ങളായി വന്യമൃഗശല്യം രൂക്ഷമാണ്. അതിനിടെ വയനാട് ചേകാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പാളക്കൊല്ലി ചാലക്കൽ ഷെൽജൻ, പോൾ എന്ന ജ്യോതിപ്രകാശ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുൽപ്പള്ളിയിൽ നിന്ന് ചേകാടിയിലേക്ക് പോകവേ രാത്രി വനപാതയിൽ വെച്ച് കാട്ടാന കാർ ആക്രമിക്കുകയായിരുന്നു. ഇരുവരും ചികിത്സയിലാണ്. ന്യൂസ് 18 വയനാട്. ഏതൻ ഉൾക്കടലിൽ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ടാങ്കർ കപ്പലിന് തീപിടിച്ചു. മർലിൻ ലോണ്ട എന്ന കപ്പലിന് നേരെയായിരുന്നു മിസൈൽ ആക്രമണം. അമേരിക്കയും ബ്രിട്ടനും തങ്ങൾക്ക് നേരെ നടത്തുന്ന വ്യോമാക്രമണത്തിന് മറുപടിയായാണ് മിസൈൽ ആക്രമണം എന്ന് ഹൂതികൾ പറഞ്ഞു. ആക്രമണത്തെ ബ്രിട്ടൻ അപലപിച്ചു. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ വിമതരായ ഹൂതികൾ ഇസ്രായേലി കപ്പലുകളെ ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്കയും ബ്രിട്ടനും ഹൂതി കേന്ദ്രങ്ങളെ ശക്തമായ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. 75ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ ആകുക എന്നത് അപൂർവമാണ്. കോട്ടയം പാല വലവൂരിൽ ജോസഫിനും അന്നക്കുട്ടിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഇത് 75ാം വർഷമാണ്. ചവാൻ വന്ന് കൊടുത്താലും ഇന്നലെ വന്ന് പറഞ്ഞാലും വോട്ടുകളെല്ലാം കുഞ്ഞുമാണിക്ക്. എന്നാ ഇതിന് പോയേ മുദ്രാവാക്യം വിളിക്കാൻ? മാണിസാറിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിന്. എത്ര വർഷം മുമ്പാ? എത്ര കൊല്ലം മുമ്പാന്നൊന്നും ഓർക്കുന്നില്ല. എഴുപത്തിയഞ്ച് വർഷം ഒരുമിച്ച് ജീവിക്കുക, സുഖകരമായി സന്തോഷകരമായി ജീവിക്കുക, അതങ്ങനെ എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് പൊതുവെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ അങ്ങനെ 2 പേരുണ്ട് കോട്ടയം പാല വലവൂരിൽ. വരവനക്കുന്നേൽ വീട്ടിലെ ജോസഫ് എന്ന ആളും ഒപ്പം തന്നെ അന്നക്കുട്ടി എന്ന അമ്മച്ചിയും. അവരാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഇന്ന് അവരുടെ 75ാം വിവാഹ വാർഷികം കൂടിയാണ്. എന്താ അമ്മച്ചി, എന്താ തോന്നേ? സുഖമായിട്ട് ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല 2 പേർക്കും.
അപ്പച്ചൻ എന്താണ് ഒരു സന്തോഷമാണോ ഇത്ര വർഷമാകുമ്പോ? അതാ പറയാൻ പറ്റും. സന്തോഷമുണ്ടോ? സന്തോഷാണോന്ന്? മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ല അല്ലേ? ഇല്ല, പ്രമേഹ പ്രഷർ ഒന്നും ഇല്ല. ചാത്തൻ ചെയ്യാണ്ട് പ്രമേഹത്തിൻ്റെ ഒക്കെ അത്രയും എനിക്ക് അതൊന്നുമില്ല. ഇത്ര വർഷമാകുന്നു തോന്നുമ്പോഴേ അത് ആളുകളൊക്കെ ഭയങ്കര സന്തോഷം പറയാറുണ്ടോ? അയ്യോ, ഇത്രയായിട്ട് ഒരു അസുഖവും ഇല്ലല്ലോ. എല്ലാവർക്കും ഒരു പ്രയാസം. എല്ലാം കൊണ്ട് പണിയെടുക്കുന്നുണ്ട്. ഇത്രയും പ്രായമായിട്ട് പണിയെടുക്കുന്നുണ്ട്. സുഖമായിട്ട് കഴിക്കുന്നതുകൊണ്ട് പ്രയാസം. അത് ഈ പണിയെടുത്തോണ്ടാണോ? ഒരു അതായത് പറമ്പിലൊക്കെ പണിയെടുക്കും അല്ലേ? പറമ്പിലൊക്കെ പണി എന്നാ ചെയ്യുന്നതിനും പണിയെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ പ്രമേഹവും ഇല്ല, പ്രഷറും ഇല്ല, ഒന്നുമില്ല അസുഖവും. ജോലിയൊക്കെ എടുത്തോണ്ടാണോ അങ്ങനെ ഇല്ലാന്ന് ആയതെന്ന് തോന്നുന്നു? ഒന്നും എടുക്കുന്നതുകൊണ്ട് പണിയെടുക്കുന്നതുകൊണ്ട് പണിയെടുത്താൽ നമുക്ക് ഒരു ഉത്സവമുണ്ട്. മേലാതിരിക്കുവാണെങ്കിലുണ്ടല്ലോ അതൊന്നുമില്ല. നമുക്ക് പണിയെടുക്കും ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. 75 വർഷം മുമ്പേ കല്യാണം നടന്നല്ലോ, അതെങ്ങനെയായിരുന്നു? വീട്ടുകാരെങ്ങനെ ആലോചിച്ചോ? എങ്ങനെയായിരുന്നു നിങ്ങൾ കല്യാണം നടക്കുവായത്? അവർ കണ്ടുപോയി പിടിച്ചല്ല, ഞങ്ങൾ കണ്ടുപിടിച്ചതല്ല, കാരണന്മാർ കണ്ടുപിടിച്ച് കെട്ടിച്ചു. അന്നത്തെ ഒരു ഓർമ്മയുണ്ടോ? എന്താണ്, എങ്ങനെയായിരുന്നു കല്യാണം എന്നൊക്കെ? സുഖമായിട്ട് കഴിയുന്ന, ഒരു കുഴപ്പമില്ലാതെ. അന്ന് ഒരുപാട് പേര് കല്യാണത്തിനൊക്കെ വന്നിരുന്നോ? എങ്ങനെ വന്നിരുന്നു? എല്ലാരും മേടിച്ച് വായന മകരാദ്യം കെട്ടുന്ന ചെറുക്കാണ്. അത് കാരണം എല്ലാവർക്കും സന്തോഷമായിരുന്നു. അവിടുത്തെ മൂത്ത മകനാണ്. അമ്മച്ചിയോ? എത്ര പേരില്ല? എത്ര പേരുണ്ടായിരുന്നു വീട്ടിൽ? എത്ര പേരുണ്ടായിരുന്നു? മൂന്ന് രണ്ടാണും. അങ്ങനെ ചോദിച്ചാ ചാച്ച, നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നേ? എന്റെ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? രണ്ട് പെണ്ണും 3 ആണും എന്റെ വീട്ടിലെ, ജനിച്ച വീട്ടിലെ. അന്ന് നടന്ന കല്യാണത്തിന്റെ ഓർമ്മ വല്ലതും ഉണ്ടോ? കല്യാണത്തിന്റെ ഒക്കെ എല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ. പ്രയാസമില്ലായിരുന്നു. കല്യാണം കഴിച്ചത് തന്നെ ഒരു കൊല്ലം ഇവര് അന്വേഷിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കല്യാണം ഉറപ്പിച്ചത്. കാരണം വീടി വലിക്കില്ലാത്തതും കള്ളു പിടിക്കില്ലാത്തതും ചെറുക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീട് വലിക്കോ കള്ളു പിടിക്കലോ ഒന്നുമില്ല. അപ്പൊ നല്ല സന്തോഷമായിട്ടായി. പരസ്പരം ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നോ? അതോ ചെറിയ അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നോ? വഴക്ക്? അടിയും പിടിയോ ഒന്നും ഇല്ലായിരുന്നു. വീട്ടിൽ സന്തോഷമായിട്ട് ഞാനും പെണ്ണുങ്ങൾ മൂത്തേ എന്നെ കൊണ്ട് എടുക്കാനും അതുകൊണ്ട് കാർലന്മാർക്ക് വലിയ സന്തോഷമായിരുന്നു എന്നോട്. അതെന്താ ഇത്ര കാലം വലിയ സന്തോഷമായിട്ടിരിക്കുന്നതിന്റെ രഹസ്യം എന്താ? രഹസ്യം എന്നാന്ന് ചോദിച്ചാ ഒരു പ്രയാസവും ഇല്ല. പണിയെടുപ്പിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നോട് സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ കപ്പയ്ക്ക് ഇട കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവിടുന്ന് കുറച്ച് അകലെയാ സ്ഥലം. ഇവിടുന്ന് പോയി കാലത്തെ കാപ്പി കുടിച്ചേച്ച് ചോറും ഒക്കെ കൊണ്ടാണ് പോയത്. അവിടെ വീട് പെരയൊക്കെ ഉണ്ട്. 4 മണിയായപ്പോഴത്തേനൊരു മഴ പെയ്തു. മഴ പെയ്തപ്പോൾ അവിടെ ചക്ക വെട്ടാനായിട്ട് പരിക്കാത്ത കയറി. ഇന്ന് ചക്ക വെട്ടി ഞാൻ പറക്കി ഇവിടെ ഒരിടി വെട്ടി ഇവിടെ ബോധം കെട്ടുപോയി. അങ്ങനെ അന്ന് അതൊക്കെ ഓർമ്മയുണ്ടോ അമ്മച്ചിക്ക്? ബോധം കെട്ട് ബോധം കെട്ട് പരിക്കാത്തോട്ട് കയറി ചക്ക വെട്ടാന്ന് ഇടി പണിഞ്ഞപ്പം പരിക്കാത്തോട്ട് കയറി. ചാത്തരം കയറി, ഞാനും കയറി. വേറെ പ്രയാസമൊന്നുമില്ല. വേറെ ജീവിതത്തിൽ എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? ഒന്നുമില്ല. ചാത്തന് ഏതാണ്ട് പ്രസിഡന്റ് പ്രമേഹത്തിന്റെ ആണ്ടൊരു കുഴപ്പമുണ്ട്. വേറെ എനിക്ക് ഒന്നുമില്ലായിരുന്നു. മക്കൾ എത്ര പേരുണ്ടായിരുന്നു? എനിക്ക് 3 പെണ്ണും ആണുങ്ങൾ എത്രയും മറന്നുപോയി. എത്ര മക്കൾ ഉണ്ടായിരുന്നു ചോദിക്കുക? ചാത്തന് എത്ര മക്കളുണ്ടായിരുന്നു? ചാത്തന് എനിക്ക് ആദ്യം ഉണ്ടായ മകന് ആംബുലൻസൊക്കെ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അസുഖം വന്ന് മരിച്ചുപോയി. രണ്ടാമതുണ്ടായത് അവരുടെ വീട്ടിലായിരുന്നു. പ്രസവിച്ചു പോകുന്നില്ല. ആശുപത്രിയിൽ പോയി കൊച്ചിയെടുക്കുക, മരിച്ചുപോയി. പിന്നെ ഇവിടെ വന്നാൽ എല്ലാം ഇവിടുന്ന് ആശുപത്രിയിലൊക്കെ പോയി 4 ഓപ്പറേഷനും
4 പേരും ഓപ്പറേഷൻ ചെയ്തെടുത്തു. 4 കുട്ടികൾ 4 പിള്ളേരുണ്ടല്ലേ? ആ, 3 പെണ്ണും 1 ആണും. കൃഷി ഉണ്ടായിരുന്നോ? കൃഷിയൊക്കെ ചെയ്യുവാനോ? കൃഷി ചെറുപ്പത്തിൽ തുടങ്ങി. കൃഷി എല്ലാ കൃഷികളും ഉണ്ട്. നെല്ലാണ് പ്രധാനപ്പെട്ട കൃഷി. രണ്ടാമത് ഇഞ്ചി കൃഷി, പിന്നെ കപ്പ, വാഴ, ചേമ്പ് ഇതെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. നെല്ലിൻ്റെ കൃഷിയുടെ കരൂർവാടിലെ 1-ാം തവണ നെല്ലാന്ന് പറഞ്ഞത് അതിന് കൃഷിഭവനിൽ നിന്ന് പൊന്നാട അണിയിച്ചിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട്. എന്തായാലും 75 വർഷം പൂർത്തിയായി. 100 വർഷം എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. സന്തോഷമായിട്ട് അതിൽ എല്ലാവർക്കും വലിയ പറയാത്ത ഒരു അസുഖവും ഇല്ല. ഒരു അസുഖം നല്ല പണിയെടുത്ത് ജീവിക്കുന്നു. അവരെല്ലാം വലിയ വന്ന് പരാതിപ്പെടുമായിരിക്കില്ലേ? എല്ലാവർക്കും അസുഖമാണ്. ഒരു പണിയെടുക്കും. ചാച്ചാപ്പോട് അത്രയും പറ്റിയല്ല. 19ാമത്തെ വയസ്സിലായിരുന്നു കല്യാണം. ഇവളുമായിട്ട് 4 ദിവസത്തെ വ്യത്യാസമുള്ളൂ. 4 ദിവസത്തെ എളുപ്പമുണ്ട്. അത്രേ ഉള്ളൂ. വയസ്സ് തമ്മിൽ വലിയ വ്യത്യാസമില്ല. അന്ന് പള്ളി വെച്ച് വലിയ പരിപാടിയൊക്കെ, പള്ളിയിൽ വെച്ച കല്യാണമൊക്കെ ഒരുപാട് ആളൊക്കെ പങ്കെടുത്തായിരുന്നു. എല്ലാവരും പങ്കെടുത്തു. എന്തായാലും ഇതാണ് സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. ഇവരുടെ അടുത്തിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന ഒരു വലിയ സന്തോഷമാണ്. ഈ 2 പേര് ആദ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില വെല്ലുവിളികളൊക്കെ അവർ പറയുകയുണ്ടായി. ചാച്ചൻ തന്നെ ഓർമ്മയെടുത്ത് പറയുന്നുണ്ടായിരുന്നു. 2 കുട്ടികൾ ആദ്യം ഉണ്ടായത് മരിക്കുന്ന സാഹചര്യമൊക്കെ. പക്ഷെ അതിനുശേഷം അവർ ഒരുമിച്ച് 75 വർഷം ഇന്ന് പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ സന്തോഷകരമായ കാര്യം. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നവർ പറയുന്നു. ചെറിയ രീതിയിൽ കേൾവിക്കുറവ്, ചെറിയ ചാച്ചനാണെങ്കിൽ ചെറിയ പ്രമേഹത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ 94 വയസ്സ് പിന്നിടുകയാണ് രണ്ടുപേരും തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. എന്തായാലും പാലാ വലവൂരിൽ നിന്നാണ് ഈ സന്തോഷ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. കായിക വാർത്തകൾ. ഹൈദരാബാദ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 231 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യക്ക് 3 വിക്കറ്റ് നഷ്ടമായി. രോഹിത് ശർമ്മ 39 റൺസ് എടുത്തു. യശസ്വി ജയ്സ്വാൾ 15 റൺസ് എടുത്തു. റണ്ണൊന്നും എടുക്കാതെയാണ് ശുഭ്മാൻ ഗില്ലിന്റെ മടക്കം. ടോം ഹർലിക്കിനാണ് 3 വിക്കറ്റും. KL രാഹുലും അക്സർ പട്ടേലുമാണ് ക്രീസിൽ. 2ാം ഇന്നിംഗ്സിൽ 420 റൺസ് എടുത്താണ് ഇംഗ്ലണ്ട് പുറത്തായത്. ഒലി പോപ്പ് 196 റൺസ് എടുത്ത് പുറത്തായി. ജസ്പ്രീത് ബുംറ 4 വിക്കറ്റ് വീഴ്ത്തി. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. റഷ്യയുടെ ഡാനിൽ മെദ്വദേവും ഇറ്റലിയുടെ യാനിക് സിന്നറും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. സെമിയിൽ നൊവാക് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചാണ് സിന്നർ തന്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ എത്തിയത്. ഇത് 3ാം തവണയാണ് മെദ്വദേവ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിൽ എത്തുന്നത്. പുരുഷ ഫൈനലിന് പിന്നാലെ വനിതകളുടെ ഡബിൾസ് ഫൈനലും ഇന്ന് നടക്കും. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5755 രൂപ, പവൻ 46,040. 18 ക്യാരറ്റ് ഗ്രാം 4778, പവൻ 38,224. വെള്ളി ഗ്രാം 77, കിലോ 77,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. നമസ്കാരം. ഈ പരിപാടി നിങ്ങളുടെ ചരിത്രത്തിൽ